നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 കിലോമീറ്റർ തെക്കുഭാഗത്തായിട്ടാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. പടിഞ്ഞാറേ നടയിൽ വലിയ ഒരു അരയാൽ മരമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാൽ ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. മുകളിൽ ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, അടിയിൽ ശിവൻ എന്ന ക്രമപ്രകാരം നിലകൊള്ളുന്നു. അരയാലിന് താഴെയായി കുറേ ദേവപ്രതിഷ്ഠകളും നമുക്ക് കാണാൻ കഴിയും. പടിഞ്ഞാറെ ഗോപുരത്തിനടുത്ത് ചെറിയ ഒരു ശ്രീകോവിൽ കാണാം. ഇവിടെ ശിവപ്രതിഷ്ഠയാണുള്ളത്. ഗോപുരത്തിൽ തേവർ എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് കിഴക്കേ ഗോപുരം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് എത്രത്തോളം പ്രൗഢയും സമ്പന്നവുമായിരുന്നു ഈ ക്ഷേത്രമെന്നത്. 3 നിലകളിലായി കാണുന്ന ഈ ഗോപുരം മനോഹരമായ കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും കൽശില്പങ്ങളും എല്ലാം ഗോപുരത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ പുരാതനമായ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് സ്വയംഭൂവായ ശിവനെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ്. തൻ്റെ അമ്മയായ രേണുകാദേവിയെ വധിച്ച പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പരശുരാമൻ ദീർഘകാലം ഇവിടെ തപസ്സിരിക്കുകയും തപസ്സിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെ പരശുരാമൻ കുടുംബസമേതനായി ആവാഹിച്ച് ഇപ്പോഴത്തെ ശ്രീലകത്ത് കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രമതിലകത്ത് വടക്ക് കിഴക്കു ഭാഗത്ത് നിത്യവും പൂക്കുന്ന ഒരു കണിക്കൊന്ന മരമുണ്ട്. ഈ കണിക്കൊന്ന മരത്തിന് ചുവട്ടിലിരുന്നാണ് പരശുരാമൻ ധ്യാനിച്ചതെന്ന് അറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ഇതിന് ചുവട്ടിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ഈ പ്രതിഷ്ഠ കൊന്നയ്ക്കൽ ശിവൻ എന്ന പേരിലും അറിയപ്പെട്ടു. ശിവരാത്രിക്ക് തൊട്ടു മുൻപുള്ള ഏകാദശി നാളിലും ധനുമാസത്തിലെ തിരുവാതിര നാളിലും ഈ പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ച് പാണ്ഡിമേളവും നടത്തപ്പെടുന്നു. AD 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശൈവ സന്യാസിയായിരുന്ന സുന്ദരമൂർത്തി നായനാർ ഈ ക്ഷേത്രത്തിൽ വെച്ച് ശിവകീർത്തനങ്ങൾ ആലപിച്ചു എന്നും ആ സമയത്ത് ശിവൻ പാദം ചേർത്ത് നൃത്തമാടി എന്നും ചിലമ്പൊലി ക്ഷേത്രത്തിൽ അലയടിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രത്തിന് പ്രാധാന്യം അറിയിക്കുന്നത്. ആദ്യകാലത്ത് താരതമ്യേന ചെറിയ ക്ഷേത്രമായിരുന്നു ഇത്. പെരുമാളും സുന്ദരമൂർത്തി നായനാരും വലിയ ശിവഭക്തരായിരുന്നു. ശിവകീർത്തനങ്ങൾ പാടി ദക്ഷിണേന്ത്യ മുഴുവൻ നടക്കുകയും ചെയ്തിരുന്നു. വയസ്സുകാലത്ത് അവർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ സ്വർഗം പ്രാപിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവർ രണ്ടുപേരുടെയും വിഗ്രഹങ്ങൾ ഒരേ ശ്രീകോവിലിൽ കാണാൻ നമുക്ക് കഴിയും. മുഖ്യപ്രതിഷ്ഠയായ ശിവൻ സദാശിവഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു. കൂടാതെ 33 ഉപദേവതകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രവുമാണിത്. ഇവരിൽ 12 പേർ ശിവന്റെ തന്നെ വിവിധ രൂപഭേദങ്ങളാണ്. പാർവതി ദേവി, ദുർഗാ ഭഗവതി, ഭദ്രകാളി, ഗംഗാദേവി, ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ചണ്ഡികേശ്വരൻ, നാഗദൈവങ്ങൾ, ഉണ്ണിത്തേവർ, പൃങ്കിരടി, ചേരമർ പെരുമാൾ, സുന്ദരമൂർത്തി നായനാർ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മഹാവിഷ്ണുവിനോ അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിലൊന്നിനോ ഇവിടെ പ്രതിഷ്ഠയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജയാണ് പള്ളിയറ പൂജ, ദമ്പതി പൂജ, ഉമാമഹേശ്വര പൂജ എന്നും ഇതറിയപ്പെടുന്നു. വിവാഹം വൈകുന്ന ഭക്തർ ഇവിടെ പള്ളിയറ പൂജ നേർന്നാൽ ഉടൻ വിവാഹം നടക്കുമെന്നും ഐതിഹ്യമുണ്ട്. വിവാഹിതരായിട്ടുള്ളവർ ദീർഘമാംഗല്യത്തോടെ ഇരിക്കുവാൻ ഇവിടെ വന്ന് പള്ളിയറ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നും വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും നട അടച്ചതിനു ശേഷം ഈ പൂജ നടക്കുന്നുണ്ടെങ്കിലും പൗർണമി ദിവസവും തിങ്കളാഴ്ചകളിലും നടക്കുന്ന പൂജ അതിവിശേഷമായി കണക്കാക്കുന്നു. കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഇവിടെ കൊടിയേറ്റോത്സവം നടക്കുന്നത്.
അഷ്ടമി നാളിൽ കൊടിയേറുന്ന ഉത്സവം ശിവരാത്രി കഴിഞ്ഞു വരുന്ന അമാവാസി നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെന്ന പോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗോപുരം. ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും തിരുവഞ്ചിക്കുളം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണിത്. ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം എന്ന പേരിലാണ് ഇതിന് പ്രാധാന്യം കൈവരുന്നത്. തിരുവഞ്ചിക്കുളത്തപ്പനെ എല്ലാ ദിവസവും പൂജകളും ധാരയും അടക്കമുള്ള അഭിഷേകങ്ങളും നടത്തുന്നു. ശിവരാത്രിയിൽ ദിവസവും നട തുറന്ന് രാത്രി മുഴുവൻ അഭിഷേകത്തോടു കൂടിയ പൂജകളും നടത്തപ്പെടുന്നു. 1780 ഈ ക്ഷേത്രം ഡച്ചുകാരാൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ധാരാളം സ്വത്തുകളും കൊള്ളയടിക്കപ്പെടുകയും ബിംബം തച്ചുടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ക്ഷേത്രം ഈ അവസ്ഥയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. AD 1801 ക്ഷേത്രം പുതുക്കിപ്പണിത് കൊച്ചിൻ സർക്കാരായിരുന്നു. പുനഃപ്രതിഷ്ഠ നടത്തിയത് ചിദംബരം ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ കീഴിലുള്ള ഈ ക്ഷേത്രം 1982 കേന്ദ്ര സർക്കാരിൻ്റെ പുരാവസ്തു ഗവേഷകർ ഏറ്റെടുത്തത്. അതിനാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും പുരാവസ്തു വകുപ്പിൻ്റെ അനുമതിയോടുകൂടി നടക്കാവൂ. നാലേക്കർ വിസ്തീർണം വരുന്ന മതിലകമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിനുള്ളത്. അകത്തായി 2 തീർത്ഥക്കുളങ്ങളും പെടും. വലിയ ആനപ്പള്ള മതിലാണ് ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നത്. പ്രസിദ്ധമായ ദമ്പതി പൂജ കൂടാതെ പിൻവിളക്ക്, കൂവളമാല, ശർക്കര പായസം തുടങ്ങിയവയും വിശേഷമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തടുത്തുള്ള 2 ശ്രീകോവിലുകളിൽ സുബ്രഹ്മണ്യ സ്വാമിയും ദുർഗാദേവിയും കുടികൊള്ളുന്നു. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. കാരണം മറ്റു ഉപദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നിൽ നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട്. ദേവീ വിഗ്രഹം ശിലാനിർമ്മിതവുമാണ്. സുബ്രഹ്മണ്യനെയും ദുർഗാദേവിയെയും തൊഴുത് പ്രദക്ഷിണം വെച്ചു വരുമ്പോൾ ചെറിയ കുളത്തിൻ്റെ രൂപത്തിൽ ഗംഗാദേവിയുടെ പ്രതിഷ്ഠയും കാണാം. ശിവഭഗവാന്റെ ജടയിലെ നിത്യസാന്നിധ്യമായ ഗംഗാദേവിക്ക് ഇവിടെ സവിശേഷ പ്രാധാന്യം നൽകി വരുന്നു. ഈ തീർത്ഥക്കുളത്തിലെ ജലം കുടിക്കുവാനോ അശുദ്ധമാക്കുവാനോ പാടില്ല. കുളത്തിൻ്റെ കിഴക്കായി തറയിൽ ഒരു കണ്ണാടി ബിംബം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിലാണ് പൂജകൾ നടത്തപ്പെടുന്നത്. കിഴക്കേ മൂലയിൽ കുളപ്പുരയോട് കൂടിയ ചെറിയൊരു തീർത്ഥക്കുളം കാണാം. അഗ്നികോണിൽ കുളം വരുന്നത് അത്യപൂർവമാണെന്നതിനാൽ ഇത് സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ശിവന്റെ സന്യാസി രൂപമായ ദക്ഷിണാമൂർത്തി വിദ്യാപ്രദായകനാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ദർശനം നടത്തുന്നത് വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കുന്നു. ദക്ഷിണാമൂർത്തിയുടെ നടക്കടുത്തായി ചെറിയ ഒരു തീർത്ഥക്കിണറുണ്ട്. ഇവിടെ നിത്യവും വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ കാണാം. 5 പൂജകളും 3 ശീവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്.